ക്ലാസ്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ എന്ന തസ്തികയിലേക്കായിട്ട് നടത്തിയ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 30/23. അടുത്ത ശനിയാഴ്ച അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർ തീർച്ചയായിട്ടും ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യങ്ങൾ നോക്കിയിരിക്കുവാനായിട്ട് ശ്രമിക്കുക. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ തെറ്റായ ബന്ധം ഏതാണ്? തെറ്റായ ബന്ധമാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ തന്നിരിക്കുന്നു അയ്യങ്കാളി സാധുജന പരിപാലന സംഘം, വക്കം അബ്ദുൽ ഖാദർ മൗലവി തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭ, വാഗ്ബടാനന്ദൻ സമത്വ സമാജം. ചോദിച്ചിരിക്കുന്നത് തെറ്റായ ബന്ധം ഏതാണ് എന്നതാണ്. എക്സാം പോലെ തന്നെ അറ്റൻഡ് ചെയ്ത് നോക്കുക. ഉത്തരം ഏതാണ് വരുന്നത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 3 മാത്രമാണ്. ഇവിടെ മൂന്നാമത്തെ പ്രസ്താവനയിൽ തന്നിരിക്കുന്നത് വാഗ്ബടാനന്ദൻ സമത്വ സമാജം എന്നാണ്. സമത്വ സമാജം സ്ഥാപിച്ചത് ആരാണ്? വൈകുണ്ഠസ്വാമികളാണ്. സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികളാണ്. അപ്പൊ സാധുജന പരിപാലന സംഘം അയ്യങ്കാളി, തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭ, വക്കം അബ്ദുൽ ഖാദർ മൗലവി, സമത്വ സമാജം വൈകുണ്ഠസ്വാമികൾ. ഓർത്തുവെക്കുക. അടുത്ത ചോദ്യം, 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏതാണ്? 3 പ്രസ്താവനകളാണ് തന്നിരിക്കുന്നത്. ഡൽഹിയിലെ സമരത്തിന്റെ നേതാവ് റാണി ലക്ഷ്മിഭായി ആണ്. ബീഹാറിൽ ആറയിൽ നേതൃത്വം നൽകിയത് നവാബ് വാജിദ് അലി ഷായാണ്. കാൺപൂരിൽ സമരം നയിച്ചത് നാനാ സാഹിബാണ്. ഇവിടെയും ചോദിച്ചിരിക്കുന്നത് തെറ്റായ പ്രസ്താവന ഏത് എന്നതാണ്. തെറ്റായ പ്രസ്താവന ഓപ്ഷൻ എ ആണ് ഉത്തരം. 1ഉം 2ഉം തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. ഒന്നാമത്തെ പ്രസ്താവന പറഞ്ഞിരിക്കുന്നു ഡൽഹിയിലെ സമരത്തിന്റെ നേതാവ് റാണി ലക്ഷ്മിഭായി എന്ന്. അതെന്താണ്? തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. ഡൽഹിയിലെ സമരത്തിന് നേതൃത്വം നൽകിയത് ആരൊക്കെയാണ്? മുഗൾ ചക്രവർത്തിയായിരുന്ന ബഹദൂർ ഷാ രണ്ടാമനും അദ്ദേഹത്തിന്റെ സൈന്യാധിപനായിരുന്ന ജനറൽ ഭക്ത് ഖാനുമാണ് ഡൽഹിയിലെ നേതൃത്വം നൽകിയത്. അപ്പൊ റാണി ലക്ഷ്മിഭായി എവിടെയാണ് നേതൃത്വം നൽകിയത്? ഝാൻസിയിലാണ്. അപ്പൊ ഡൽഹിയിലെ സമരത്തിന് നേതൃത്വം നൽകിയത് ആരൊക്കെയാണ്? ബഹദൂർ ഷാ രണ്ടാമനും ജനറൽ ഭക്ത് ഖാനുമാണ് ഡൽഹിയിലെ നേതൃത്വം നൽകിയത്. റാണി ലക്ഷ്മിഭായി നേതൃത്വം നൽകിയത് ഝാൻസിയിലാണ്. അടുത്തത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ബീഹാറിലെ ആറയിൽ നേതൃത്വം നൽകിയത് നവാബ് വാജിദ് അലി ഷായാണ്. ബീഹാറിലെ ആറയിൽ നേതൃത്വം നൽകിയത് ആരാണ്? കൻവർ സിംഗ് ആണ്. ബീഹാറിലെ ആറയിൽ നേതൃത്വം നൽകിയത് കൻവർ സിംഗ്. ഇനി മൂന്നാമത്തെ പ്രസ്താവന തന്നിരിക്കുന്നത് കാൺപൂരിൽ സമരം നയിച്ചത് നാനാ സാഹിബ് എന്ന. ശരിയാണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയായ ക്രമം ഏത്? ഇവിടെ തന്നിരിക്കുന്നു റൗലറ്റ് ആക്ട് 1915, ദണ്ഡി മാർച്ച് 1930, സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ 1928, ഗാന്ധി ഇർവിൻ ഉടമ്പടി 1931. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ശരിയായിട്ടുള്ള ക്രമം ഏത് എന്നാണ്. ശരിയായിട്ടുള്ള ക്രമം ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി. 2, 3, 4 ശരിയാണ്. ദണ്ഡി മാർച്ച് നടന്നത് 1930 ശരിയാണ്. സൈമൺ കമ്മീഷൻ ഇന്ത്യയിലെത്തിയത് 1928 ശരിയാണ്. ഗാന്ധി ഇർവിൻ ഉടമ്പടി നടന്നത് 1931 ശരിയാണ്. റൗലറ്റ് ആക്ട് ഏത് വർഷമാണ്? 1919. റൗലറ്റ് ആക്ട് 1919. അപ്പോൾ റൗലറ്റ് ആക്ട് 1919, ദണ്ഡി മാർച്ച് 1930, സൈമൺ കമ്മീഷൻ ഇന്ത്യയിലെത്തിയത് 1928, ഗാന്ധി ഇർവിൻ ഉടമ്പടി 1931. അടുത്ത ചോദ്യം, സോഷ്യൽ കോൺട്രാക്ട് എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ആര്? ഗ്രന്ഥത്തിന്റെ പേര് സോഷ്യൽ കോൺട്രാക്ട് എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് റൂസോ. സോഷ്യൽ കോൺട്രാക്ട് എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ആരാണ്? റൂസോ. താഴെ പറയുന്നവയിൽ സൺയാറ്റ്സണിന്റെ 3 തത്വങ്ങളിൽ ബാധകമല്ലാത്തത് ഏത്? സൺയാറ്റ്സണിന്റെ 3 തത്വങ്ങളിൽ ബാധകമല്ലാത്തത് ഇവിടെ തന്നിരിക്കുന്നു. ദേശീയത, സമഗ്രാധിപത്യം, സോഷ്യലിസം, ജനാധിപത്യം. സൺയാറ്റ്സണിന്റെ 3 തത്വങ്ങളിൽ ബാധകം അല്ലാത്തത് ഓപ്ഷൻ ഡി ആണ്. രണ്ടാമത്തേത് മാത്രം. സമഗ്രാധിപത്യം എന്നതാണ് ബാധകം അല്ലാത്തത്.
അടുത്ത ചോദ്യം, 2022 ഖത്തർ ലോകകപ്പ് ഫുട്ബോൾ മത്സരവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? 3 പ്രസ്താവനകൾ തന്നിരിക്കുന്നു. ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയത് ഫ്രാൻസിന്റെ കൈലിയൻ എംബാപ്പയാണ്. മികച്ച കളിക്കാരനുള്ള ഗോൾഡൻ ബോൾ പുരസ്കാരം നേടിയത് ലയണൽ മെസ്സിയാണ്. 2022 അർജന്റീനയുടെ 2ാം ലോകകപ്പ് കിരീട നേട്ടമാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? തെറ്റായിട്ടുള്ള പ്രസ്താവന ഏത് എന്നതാണ്. തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. 3ാമത്തെ പ്രസ്താവന 2022 അർജന്റീനയുടെ 2ാം ലോകകപ്പ് കിരീടം ആണ് എന്ന് പറഞ്ഞത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. 2022 അർജന്റീനയുടെ 3ാമത്തെ ലോകകപ്പ് വിജയമാണ്. അതിനു മുമ്പ് 1978 1986 അർജന്റീന ലോകകപ്പ് കിരീടം നേടിയിട്ടുണ്ട്. 2022 3ാമത്തെ ലോകകപ്പ് കിരീടമാണ്. അടുത്ത ചോദ്യം, ഉപ്പുജല തടാകമായ സാമ്പാർ തടാകം സ്ഥിതി ചെയ്യുന്നത്? സാമ്പാർ തടാകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? രാജസ്ഥാനിലാണ്. ഉപ്പുജല തടാകമാണ് സാമ്പാർ തടാകം. സാമ്പാർ തടാകം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? രാജസ്ഥാൻ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഗംഗാ നദീ വ്യവസ്ഥയിൽ ഉൾപ്പെടാത്തത് ഏത്? ഗംഗാ നദീ വ്യവസ്ഥയിൽ ഉൾപ്പെടാത്തത് ഇവിടെ തന്നിരിക്കുന്നത് ഏതൊക്കെയാണ്? ചാമ്പൽ, ബൈതർണി, ബെത്വ, സോൺ. ഗംഗാ നദീ വ്യവസ്ഥയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ബൈതർണിയാണ്. ഓപ്ഷൻ ബി. പമ്പ നദിയുടെ പതന സ്ഥാനം? പമ്പ നദിയുടെ പതന സ്ഥാനം വേമ്പനാട്ട് കായൽ. പമ്പ നദിയുടെ പതന സ്ഥാനം വേമ്പനാട്ട് കായൽ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ അന്തരീക്ഷത്തിന്റെ ഏറ്റവും മുകളിലത്തെ പാളി ഏത്? ഏറ്റവും മുകളിലത്തെ പാളി ഏതാണ്? അന്തരീക്ഷത്തിന്റെ ഏറ്റവും മുകളിലത്തെ പാളി, ഏറ്റവും മുകളിലത്തേത് തെർമോസ്ഫിയർ ആണ്. തെർമോസ്ഫിയർ, ഏറ്റവും മുകളിലത്തെ പാളി തെർമോസ്ഫിയർ ആണ്. തെർമോസ്ഫിയർ. പർവേസ് മുഷറഫ് ഏത് രാജ്യത്തിന്റെ മുൻ പട്ടാള മേധാവിയും പ്രസിഡന്റും ആയിരുന്നു? പാകിസ്ഥാൻ. ഇന്ത്യയിൽ 1991 മുതൽ നടപ്പിലാക്കിയ സാമ്പത്തിക പരിഷ്കാരങ്ങളിൽ പെടാത്തത് ഏത്? ഓപ്ഷൻസ് തന്നിരിക്കുന്നത് സ്വകാര്യവൽക്കരണം, ഭൂപരിഷ്കരണം, ആഗോളവൽക്കരണം, ഉദാരവൽക്കരണം. പെടാത്തത് ഓപ്ഷൻ ബി ആണ്, ഭൂപരിഷ്കരണം. അടുത്ത ചോദ്യം, ഭാരതീയ റിസർവ് ബാങ്കിനെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. തന്നിരിക്കുന്നത് 4 പ്രസ്താവനകൾ. ഭാരതീയ റിസർവ് ബാങ്കിനെ കുറിച്ചുള്ള പ്രസ്താവനകളാണ് തന്നിരിക്കുന്നത്. 1935 സ്ഥാപിതമായി. 1 രൂപ മുതൽ എല്ലാ നോട്ടുകളും പുറത്തിറക്കുന്നു. 1949 ദേശസാത്കരിച്ചു. ആസ്ഥാനം മുംബൈയാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? പ്രസ്താവനകളിൽ ശരിയായവ ഏത് എന്നാണ്. ശരിയായവ ഉത്തരം ഓപ്ഷൻ സി ആണ്. 1, 3, 4 എന്നിവ ശരിയാണ്. 1935 സ്ഥാപിതമായി. ശരിയാണ്. 1949 ദേശസാൽക്കരിച്ചു. ശരിയാണ്. RBIയുടെ ആസ്ഥാനം മുംബൈയാണ്. ശരിയാണ്. 2ാമത്തെ പ്രസ്താവനയാണ് ഇവിടെ തെറ്റായിട്ടുള്ള പ്രസ്താവന. ഇന്ത്യയിൽ 1 രൂപ നോട്ടും അതുപോലെ നാണയങ്ങളും പുറത്തിറക്കുന്നത് കേന്ദ്ര ധനകാര്യ മന്ത്രാലയമാണ്. 1 രൂപ നോട്ടും നാണയങ്ങളും പുറത്തിറക്കുന്നത് കേന്ദ്ര ധനകാര്യ മന്ത്രാലയം. എന്നാൽ 1 രൂപ ഒഴികെയുള്ള എല്ലാ കറൻസി നോട്ടുകളും പുറത്തിറക്കുന്നത് RBI ആണ്. അതുപോലെ 1 രൂപ നോട്ടിൽ ധനകാര്യ സെക്രട്ടറിയാണ് ഒപ്പുവെക്കുന്നത്. മറ്റ് നോട്ടുകളിൽ RBI ഗവർണറാണ് ഒപ്പിടുന്നത് എന്നതും കൂടി ഇതിനോടുകൂടി നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്ന ഇന്ത്യയിലെ പ്രധാന ധാതുക്കളെ ലോകത്തിലെ അവയുടെ ഉൽപാദന സ്ഥാനത്തിന്റെ അടിസ്ഥാനത്തിൽ ശരിയായ ക്രമമേതെന്ന് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി. അബ്രം അല്ലെങ്കിൽ മൈക്ക, കൽക്കരി, ഇരുമ്പയിര്, മാംഗനീസ്. അബ്രം, കൽക്കരി, ഇരുമ്പയിര്, മാംഗനീസ്. ഇന്ത്യയിലെ പഞ്ചവത്സര പദ്ധതികളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏത്?
ഇവിടെ തന്നിരിക്കുന്നു ആസൂത്രണ കമ്മീഷൻ 1950 സ്ഥാപിച്ചു. ഒന്നാം പഞ്ചവത്സര പദ്ധതി കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യം നൽകി. ഇപ്പോൾ 2022-23 14ാമത് പഞ്ചവത്സര പദ്ധതിയാണ് നടക്കുന്നത്. സമത്വ പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമാണ്. പ്രസ്താവനകളിൽ ശരിയായവ ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. 1, 2, 4 ശരിയാണ്. ആസൂത്രണ കമ്മീഷൻ 1950 സ്ഥാപിച്ചു, ശരിയാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതി കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യം നൽകി, ശരിയാണ്. സമത്വം പഞ്ചവത്സര പദ്ധതികളുടെ പ്രധാന ലക്ഷ്യമാണ്, ശരിയാണ്. ഇന്ത്യൻ ഹരിത വിപ്ലവവുമായിട്ട് ബന്ധമില്ലാത്തത് ഏത്? തന്നിരിക്കുന്നത് MS സ്വാമിനാഥൻ. ഉയർന്ന വിളവ് തരുന്ന വൈവിധ്യമാർന്ന വിളകൾ, B സുബ്രഹ്മണ്യൻ, ഡോക്ടർ വർഗീസ് കുര്യൻ. ധവള വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടത് ആണ് ഡോക്ടർ വർഗീസ് കുര്യൻ. ഓപ്ഷൻ ഡി. ഹരിത വിപ്ലവവുമായിട്ട് ബന്ധമില്ലാത്തത് ഡോക്ടർ വർഗീസ് കുര്യൻ. അടുത്ത ചോദ്യം, ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളെ പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിലല്ല തെരഞ്ഞെടുക്കുന്നത്. എല്ലാ മതത്തിലെയും പ്രതിനിധികൾ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നു. രാഷ്ട്രീയ പാർട്ടികളിൽ കോൺഗ്രസ് ആണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ആധിപത്യം സ്ഥാപിച്ചിരുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭയുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരി ഏത് എന്നതാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിട്ടുള്ള ആശയങ്ങളിൽ ശരിയായത് ഏത്? തന്നിരിക്കുന്നു പാർലമെന്ററി സമ്പ്രദായം, നിയമവാഴ്ച, മൗലിക അവകാശം. ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിട്ടുള്ള ആശയങ്ങളിൽ ശരിയായത് ഏത് എന്നതാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ സി ആണ്. ഒന്നാമത്തേതും രണ്ടാമത്തേതും പാർലമെന്ററി സമ്പ്രദായം അതുപോലെ നിയമവാഴ്ച, ഇത് രണ്ടും ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിട്ടുള്ളത് ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നുമാണ്. മൗലിക അവകാശങ്ങൾ എന്ന ആശയം അമേരിക്കൻ ഭരണഘടനയിൽ നിന്നുമാണ് സ്വീകരിച്ചിട്ടുള്ളത്. മൗലിക അവകാശങ്ങൾ എന്ന ആശയം സ്വീകരിച്ചിട്ടുള്ളത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നുമാണ്. ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? കീഴ്ക്കോടതികൾക്ക് മേൽ ചുമത്തുന്ന പ്രത്യേക ഉത്തരവുകളാണ് പ്രോഹിബിഷൻ. അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയെ ഹാജരാക്കുവാൻ ഇറക്കുന്ന പ്രത്യേക ഉത്തരവാണ് ഹേബിയസ് കോർപ്പസ്. ഒരു ഉദ്യോഗസ്ഥൻ മേൽ ചുമത്തുന്ന പ്രത്യേക ഉത്തരവാണ് മാൻഡമസ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ശരിയായത് ഏത് എന്നാണ്. ശരിയായത് ഉത്തരം ഓപ്ഷൻ എ ആണ്. ഓൾ ഓഫ് ദി എബവ്. കീഴ്ക്കോടതികൾക്ക് മേൽ ചുമത്തുന്ന പ്രത്യേക ഉത്തരവുകളാണ് പ്രോഹിബിഷൻ, ശരിയാണ്. അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയെ ഹാജരാക്കുവാൻ ഇറക്കുന്ന പ്രത്യേക ഉത്തരവാണ് ഹേബിയസ് കോർപ്പസ്, ശരിയാണ്. ഒരു ഉദ്യോഗസ്ഥൻ മേൽ ചുമത്തുന്ന പ്രത്യേക ഉത്തരവാണ് മാൻഡമസ്, ശരിയാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം 19 പ്രകാരമുള്ള സ്വാതന്ത്ര്യങ്ങളിൽ പെടാത്തത് ഏത്? അനുച്ഛേദം 19. ഇവിടെ തന്നിരിക്കുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യം, സംഘടനാ സ്വാതന്ത്ര്യം, വിദ്യാഭ്യാസ സ്വാതന്ത്ര്യം. 19 പ്രകാരമുള്ള സ്വാതന്ത്ര്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻ സി ആണ്. 3 വിദ്യാഭ്യാസ സ്വാതന്ത്ര്യം. നിർദ്ദേശക തത്വങ്ങളുടെ ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? അന്തർദേശീയ സമാധാനം പരിപോഷിപ്പിക്കുക, കുടിൽ വ്യവസായം പരിപോഷിപ്പിക്കുക, ജീവിത നിലവാരം ഉയർത്തുക. നിർദ്ദേശക തത്വങ്ങളുടെ ലക്ഷ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. നിർദ്ദേശക തത്വങ്ങൾ ഓപ്ഷൻ എ ആണ്. ഓൾ ഓഫ് ദി എബവ്. അന്തർദേശീയ സമാധാനം പരിപോഷിപ്പിക്കുക, കുടിൽ വ്യവസായം പരിപോഷിപ്പിക്കുക, ജീവിത നിലവാരം ഉയർത്തുക. ചുവടെ ചേർക്കുന്നതിൽ സ്വത്തവകാശവുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? തന്നിരിക്കുന്നത് സ്വത്തവകാശം ഒരു മൗലികാവകാശമാണ്, സ്വത്തവകാശം ഒരു നിയമാവകാശമാണ്, സ്വത്തവകാശം മൗലികാവകാശവും നിയമാവകാശവുമാണ്. ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ എ ആണ്. രണ്ടാമത്തേത്. സ്വത്തവകാശം എന്താണ്? നിയമാവകാശമാണ്. സ്വത്തവകാശം നിലവിൽ ഇപ്പോൾ എന്താണ്? ഒരു നിയമാവകാശമാണ്.
ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? 3 പ്രസ്താവനകളാണ് തന്നിരിക്കുന്നത്. ആദ്യത്തേത് ഇന്ത്യൻ ഭരണഘടനാ ഭേദഗതി പ്രതിപാദിക്കുന്ന അനുച്ഛേദമാണ് 368. രണ്ടാമത്തെ പ്രസ്താവന പറയുന്നു 12 മുതൽ 35 വരെയുള്ള അനുച്ഛേദങ്ങൾ മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. മൂന്നാമത്തെ പ്രസ്താവന അനുച്ഛേദം 32 പ്രകാരം ഹൈക്കോടതികൾക്ക് റിട്ട് പുറപ്പെടുവിക്കാം. ഈ 3 പ്രസ്താവനകളിൽ ശരിയേത് എന്നതാണ് ചോദ്യം. ശരിയേതാണ്? ഓപ്ഷൻ ബി ആണ്. ഒന്നാമത്തെയും രണ്ടാമത്തെയും പ്രസ്താവന ശരിയാണ്. ഇന്ത്യൻ ഭരണഘടനാ ഭേദഗതി പ്രതിപാദിക്കുന്ന അനുച്ഛേദം 368 ശരിയാണ്. 12 മുതൽ 35 വരെയുള്ള അനുച്ഛേദങ്ങൾ മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ശരിയാണ്. ഇവിടെ മൂന്നാമത്തെ പ്രസ്താവന പറഞ്ഞിരിക്കുന്നത് അനുച്ഛേദം 32 പ്രകാരം ഹൈക്കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാം എന്നാണ്. എന്നാൽ അനുച്ഛേദം 32 പ്രകാരം റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരമുള്ളത് ആർക്കാണ്? സുപ്രീം കോടതിക്കാണ്. സുപ്രീം കോടതിക്കാണ് അനുച്ഛേദം 32 പ്രകാരം റിട്ട് പുറപ്പെടുവിക്കുവാനുള്ള അധികാരമുള്ളത്. അപ്പൊ ഹൈക്കോടതികൾക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം ഏത് അനുച്ഛേദ പ്രകാരമാണ്? അനുച്ഛേദം 226. അനുച്ഛേദം 226 പ്രകാരമാണ് ഹൈക്കോടതികൾക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം ഉള്ളത്. അടുത്തത് ഇന്ത്യൻ ഭരണഘടനയിലെ 3 ലിസ്റ്റുകളിൽ ഉൾപ്പെട്ട വിഷയങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനയാണ് ചുവടെ ചേർക്കുന്നത്. ശരിയായ പ്രസ്താവന ഏത്? ഇവിടെ കേന്ദ്ര ലിസ്റ്റ് പറഞ്ഞിരിക്കുന്നു ബാങ്കിങ്, പൊതുജനാരോഗ്യം, പോലീസ്. സംസ്ഥാന ലിസ്റ്റ് പറഞ്ഞിരിക്കുന്നു ജയിൽ, മദ്യം, വാണിജ്യം. കൺകറന്റ് ലിസ്റ്റ് പറഞ്ഞിരിക്കുന്നു വനം, വിദ്യാഭ്യാസം, തൊഴിലാളി സംഘടനകൾ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ശരിയായിട്ടുള്ളത് ഏത് എന്നതാണ്. ശരിയായിട്ടുള്ളത് ഉത്തരം ഓപ്ഷൻ ബി ആണ്. രണ്ടാമത്തെയും മൂന്നാമത്തെയും ശരിയാണ്. ജയിൽ, മദ്യം, വാണിജ്യം എന്നിവ വരുന്നത് സംസ്ഥാന ലിസ്റ്റിലാണ്. ശരിയാണ്. വനം, വിദ്യാഭ്യാസം, തൊഴിലാളി സംഘടനകൾ വരുന്നത് കൺകറന്റ് ലിസ്റ്റിലാണ്. ശരിയാണ്. അപ്പൊ ആദ്യത്തേതാണ് ഇവിടെ തെറ്റായിട്ടുള്ള പ്രസ്താവന. പൊതുജനാരോഗ്യം, പോലീസ് എന്നിവ വരുന്നത് സംസ്ഥാന ലിസ്റ്റിലാണ്. ബാങ്കിങ് വരുന്നത് കേന്ദ്ര ലിസ്റ്റിലാണ്. അപ്പൊ ആദ്യത്തെ പ്രസ്താവനയിൽ ബാങ്കിങ് വരുന്നത് കേന്ദ്ര ലിസ്റ്റിലാണ്. പക്ഷെ പൊതുജനാരോഗ്യം, പോലീസ് എന്നിവ വരുന്നത് ഏത് ലിസ്റ്റിലാണ്? സംസ്ഥാന ലിസ്റ്റിൽ ആണ്. ചുവടെ ചേർക്കുന്നതിൽ തെറ്റായ പ്രസ്താവന ഏത്? 3 പ്രസ്താവനകൾ തന്നിരിക്കുന്നു. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ UPSC ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. അടുത്ത പ്രസ്താവന സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ PSC സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമല്ല. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് പ്രസിഡന്റ് ആണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? തെറ്റായിട്ടുള്ള പ്രസ്താവന ഏത് എന്നതാണ്. തെറ്റായിട്ടുള്ള പ്രസ്താവന ഓപ്ഷൻ എ ആണ്. രണ്ടാമത്തെയും മൂന്നാമത്തെയും പ്രസ്താവന തെറ്റാണ്. ആദ്യത്തെ പ്രസ്താവന ശരിയാണ്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്നത് ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. ശരിയാണ്. ഇനി രണ്ടാമത്തേത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് PSC ഒരു ഭരണഘടനാ സ്ഥാപനമല്ല എന്നാണ്. അത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. PSC സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനും ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. ഇനി മൂന്നാമത്തെ പ്രസ്താവനയിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ അല്ലെങ്കിൽ PSC ചെയർമാനെ നിയമിക്കുന്നത് പ്രസിഡന്റ് ആണ് എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ ആ ഒരു പ്രസ്താവനയും തെറ്റാണ്. PSC ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്? ഗവർണറാണ്. സംസ്ഥാന ഗവർണറാണ് PSC ചെയർമാനെ നിയമിക്കുന്നത്. അടുത്ത ചോദ്യം, ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? ഹിമാചൽ പ്രദേശ്, മധ്യപ്രദേശ് എന്നിവയ്ക്ക് 2 സഭകളുള്ള നിയമനിർമ്മാണ സഭയാണുള്ളത്. ഉത്തർപ്രദേശ്, ആന്ധ്രാപ്രദേശ് എന്നിവയ്ക്ക് 2 സഭകളുള്ള നിയമനിർമ്മാണ സഭകളാണുള്ളത്. കർണാടക, ബീഹാർ എന്നിവയ്ക്ക് 2 സഭകളുള്ള നിയമനിർമ്മാണ സഭകളാണുള്ളത്. ശരിയേത് എന്നതാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ സി ആണ്. ഓൺലി 2 and 3. ഉത്തർപ്രദേശ്, ആന്ധ്രാപ്രദേശ് എന്നിവയ്ക്ക് 2 സഭകളുള്ള നിയമനിർമ്മാണ സഭകളാണുള്ളത്. കർണാടകം, ബീഹാർ എന്നിവയ്ക്ക് 2 സഭകളുള്ള നിയമനിർമ്മാണ സഭകളാണ് ഉള്ളത്. ചുവടെ ചേർക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏത്?
ഭൂമിക്കടിയിലെ ജലസമൃദ്ധമായ ഭാഗത്തിന്റെ മുകൾ പരപ്പാണ് ജലപീഠം. ഉപരിതല ജലം സംഭരിക്കപ്പെടുന്ന സ്വാഭാവിക ഇടങ്ങളാണ് തണ്ണീർത്തടങ്ങൾ. ജലപീഠത്തിന്റെ മുകൾ പരപ്പാണ് കിണറ്റിലെ ജലനിരപ്പ്. ശരിയായ പ്രസ്താവന ഏത് എന്നതാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ് ഓൾ ഓഫ് ദി എബോവ്. 3 പ്രസ്താവനകളും ശരിയാണ്. ഭൂമിക്കടിയിലെ ജലസമൃദ്ധമായ ഭാഗത്തിന്റെ മുകൾ പരപ്പാണ് ജലപീഠം. ഉപരിതല ജലം സംഭരിക്കപ്പെടുന്ന സ്വാഭാവിക ഇടങ്ങളാണ് തണ്ണീർത്തടങ്ങൾ. ജലപീഠത്തിന്റെ മുകൾ പരപ്പാണ് കിണറ്റിലെ ജലനിരപ്പ്. അടുത്ത ചോദ്യം. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ആദ്യത്തെ ചെയർപേഴ്സൺ ജസ്റ്റിസ് M പരീത് പിള്ളയാണ്. രണ്ടാമത്തെ പ്രസ്താവന. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ ജസ്റ്റിസ് ആന്റണി ഡൊമിനിക് ആണ്. ഡോക്ടർ എസ് ബലരാമൻ, ശ്രീ TK വിൽസൺ എന്നിവർ ആദ്യ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങൾ ആയിരുന്നു. നിലവിൽ ഈ ചോദ്യത്തിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓൺലി 1 and 3. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ആദ്യത്തെ ചെയർപേഴ്സൺ ജസ്റ്റിസ് M പരീത് പിള്ളയാണ്. മൂന്നാമത്തെ പ്രസ്താവന. ഡോക്ടർ എസ് ബലരാമൻ, ശ്രീ TK വിൽസൺ എന്നിവർ ആദ്യ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളായിരുന്നു. രണ്ടാമത്തെ പ്രസ്താവനയാണ് ഇതിലിപ്പോൾ തെറ്റായിട്ടുള്ളത്. നിലവിൽ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ്? ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണ്. ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ്. അടുത്ത ചോദ്യം. താഴെ പറയുന്നവയിൽ O രക്തഗ്രൂപ്പിനെ സംബന്ധിക്കുന്ന ശരിയായ വസ്തുത. O രക്തഗ്രൂപ്പിനെ സംബന്ധിക്കുന്ന ശരിയായ വസ്തുത. ഓപ്ഷൻ സി ആണ്. ആന്റിബോഡികളായ AB എന്നിവ കാണുന്നു. ആന്റിബോഡികളായ AB എന്നിവ കാണുന്നു. ജീവമണ്ഡലത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് ആര്? ജീവമണ്ഡലത്തിന്റെ സംരക്ഷകർ എന്നറിയപ്പെടുന്നത് സസ്യങ്ങളാണ്. സസ്യങ്ങൾ. ജീവമണ്ഡലത്തിന്റെ സംരക്ഷകർ എന്നറിയപ്പെടുന്നത് സസ്യങ്ങൾ. ഹെപ്പറ്റൈറ്റിസിനെ സംബന്ധിക്കുന്ന തെറ്റായ പ്രസ്താവന ഏത്? ഹെപ്പറ്റൈറ്റിസ് തന്നിരിക്കുന്ന ഓപ്ഷൻസ്. ഒരു കരൾ സംബന്ധ രോഗമാണ്. ഫൈലേറിയൻ വിരകളാണ് ഇതിന് കാരണം. മലിനജലത്തിലൂടെ വ്യാപിക്കുന്നു. രക്തത്തിലെ ബിലിറൂബിന്റെ അളവ് കൂടുന്നു. ഹെപ്പറ്റൈറ്റിസിനെ സംബന്ധിക്കുന്ന തെറ്റായിട്ടുള്ള പ്രസ്താവന എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി. DNA-യിൽ ജീനിന്റെ സ്ഥാനം കണ്ടെത്താൻ സഹായിക്കുന്ന സാങ്കേതിക വിദ്യ ഏത്? DNA-യിൽ ജീനിന്റെ സ്ഥാനം കണ്ടെത്താൻ സഹായിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ജീൻ മാപ്പിംഗ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ജീൻ മാപ്പിംഗ്. താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗം അല്ലാത്തത്. ഇവിടെ തന്നിരിക്കുന്നത് തൊണ്ടമുള്ള, ഫാറ്റി ലിവർ, ഹൃദയാഘാതം, അമിത രക്തസമ്മർദ്ദം. ജീവിതശൈലി രോഗം അല്ലാത്തത് ഏതാണ്? തൊണ്ടമുള്ളാണ്. തൊണ്ടമുള്ള. ജനിതക പശ എന്നറിയപ്പെടുന്ന എൻസൈം ഏത്? ജനിതക പശ എന്നറിയപ്പെടുന്ന എൻസൈം ലിഗേസ്. ജനിതക പശ എന്നറിയപ്പെടുന്ന എൻസൈം ഏതാണ്? ലിഗേസ് ആണ്. അൾട്രാ വയലറ്റ് രശ്മികളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത്? അൾട്രാ വയലറ്റ് രശ്മികൾ. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 3, 4 എന്നിവ. ക്യാൻസർ സെല്ലുകളെ നശിപ്പിക്കുവാൻ ഉപയോഗിക്കുന്നു. ജലം ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്നു. അൾട്രാ വയലറ്റ് രശ്മികൾ ക്യാൻസർ സെല്ലുകളെ നശിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ജലം ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്നു. ഫോക്കസ് ദൂരം 20 സെന്റിമീറ്റർ ഉള്ള കോൺവെക്സ് ലെൻസിന്റെ വക്രത ആരം എത്ര? ഓപ്ഷൻ എ ആണ് ഉത്തരം. 40 സെന്റിമീറ്റർ. ഫോക്കസ് ദൂരം 20 സെന്റിമീറ്റർ ഉള്ള കോൺവെക്സ് ലെൻസിന്റെ വക്രത ആരം 40 സെന്റിമീറ്റർ. 10 കിലോഗ്രാം മാസുള്ള ഒരു വസ്തു 5 മീറ്റർ/സെക്കൻഡ് പ്രവേഗത്തിൽ സഞ്ചരിക്കുന്നുവെങ്കിൽ വസ്തുവിന്റെ ആക്കം എത്ര? വസ്തുവിന്റെ ആക്കം ഓപ്ഷൻ ഡി 50 കിലോഗ്രാം മീറ്റർ/സെക്കൻഡ്. ശ്രീഹരിക്കോട്ടയിൽ നിന്നും SSLV-D2 വിക്ഷേപിച്ച ഭ്രമണപഥത്തിലെത്തിച്ച ഉപഗ്രഹങ്ങളിൽ
മലയാളികൾ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥിനികൾ തയ്യാറാക്കിയ ഉപഗ്രഹം ഏത്? ആസാദി സാറ്റ് 2 ആണ്. ശ്രീഹരിക്കോട്ടയിൽ നിന്നും SSLV-D2 വിക്ഷേപിച്ച ഭ്രമണപഥത്തിലെത്തിച്ച ഉപഗ്രഹങ്ങളിൽ മലയാളികൾ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥിനികൾ തയ്യാറാക്കിയ ഉപഗ്രഹം ആസാദി സാറ്റ് 2. W ഏത് മൂലകത്തിന്റെ പ്രതീകമാണ്? W ഏത് മൂലകത്തിന്റെ പ്രതീകമാണ്? ടങ്സ്റ്റൺ. W ഏത് മൂലകത്തിന്റെ പ്രതീകമാണ്? ടങ്സ്റ്റൺ. ചുവടെ നൽകിയിരിക്കുന്നവയിൽ കപട സംക്രമണ മൂലകം ഏത്? കപട സംക്രമണ മൂലകം കാഡ്മിയം. കപട സംക്രമണ മൂലകം കാഡ്മിയം. ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏത്? ന്യൂക്ലിയർ റിയാക്ടറുകളിൽ പ്ലൂട്ടോണിയം. ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്ന ഇന്ധനമാണ് പ്ലൂട്ടോണിയം. അറ്റോമിക സംഖ്യ 11 മൂലകത്തിന്റെ L ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകൾ ഉണ്ട്? അറ്റോമിക സംഖ്യ 11 മൂലകത്തിന്റെ L ഷെല്ലിൽ 8 ഇലക്ട്രോണുകൾ ഉണ്ട്. 8 ഇലക്ട്രോണുകൾ. വെള്ള അയ്യപ്പൻ കേന്ദ്ര കഥാപാത്രമായി വരുന്ന OV വിജയൻ രചിച്ച ചെറുകഥ ഏത്? വെള്ള അയ്യപ്പൻ കേന്ദ്ര കഥാപാത്രമായി വരുന്ന OV വിജയൻ രചിച്ച ചെറുകഥ കടൽ തീരത്ത്. ചെറുകഥയുടെ പേര് കടൽ തീരത്ത്. രചിച്ചതാരാണ്? OV വിജയനാണ്. കേന്ദ്ര കഥാപാത്രമാരാണ്? വെള്ള അയ്യപ്പൻ. ശബ്ദസുന്ദരൻ എന്നറിയപ്പെടുന്ന കവി ആര്? ശബ്ദസുന്ദരൻ എന്നറിയപ്പെടുന്ന കവി വള്ളത്തോൾ. ശബ്ദസുന്ദരൻ എന്നറിയപ്പെടുന്ന കവി വള്ളത്തോൾ. ഒളിമ്പിക്സിൽ ആദ്യമായി മെഡൽ നേടിയ ഇന്ത്യൻ വനിത ആര്? ഒളിമ്പിക്സിൽ ആദ്യമായിട്ട് മെഡൽ നേടിയ ഇന്ത്യൻ വനിത കർണം മല്ലേശ്വരിയാണ്. കർണം മല്ലേശ്വരി. ഉരുളക്കിഴങ്ങ് തിന്നുന്നവൻ പൊട്ടറ്റോ ഈറ്റേഴ്സ് എന്ന ചിത്രം വരച്ചത് ആര്? പൊട്ടറ്റോ ഈറ്റേഴ്സ് എന്ന ചിത്രം വരച്ചത് വിൻസെന്റ് വാൻ ഗോഗ് ആണ്. വിൻസെന്റ് വാൻ ഗോഗ്. ഇന്ത്യയിലെ ആദ്യത്തെ കടലാസ് രഹിത ഹൈക്കോടതി ഏതാണ്? കേരള ഹൈക്കോടതിയാണ്. കേരള ഹൈക്കോടതി. അടുത്തതായിട്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുമുള്ള സ്പെഷ്യൽ ടോപ്പിക്കിലെ ചോദ്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. തടവ് ശിക്ഷ അനുഭവിക്കുന്ന ഒരു വ്യക്തിയെ പഠനാവശ്യത്തിനായി മോചിപ്പിക്കുന്നതിന് സർക്കാരിന് അധികാരം നൽകുന്ന ക്രിമിനൽ നടപടി ചട്ടം ഏതാണ്? ഓപ്ഷൻ എ 432(6). ശിക്ഷാപ്രതികളുടെ അകാല വിടുതൽ ശുപാർശ ചെയ്യുന്നതിനുള്ള ഉപദേശക സമിതിയുടെ ചെയർമാൻ ആരാണ്? ജയിൽ വകുപ്പ് മേധാവി. 1993 മനുഷ്യാവകാശ നിയമം അനുസരിച്ച് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്ന്? 1993 ഒക്ടോബർ 12. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? 1993 ഒക്ടോബർ 12 ആണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുവാനുള്ള അധികാരം ആർക്കാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നതിനുള്ള അധികാരം രാഷ്ട്രപതിക്കാണ്. രാഷ്ട്രപതി. താഴെ പറയുന്നതിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എക്സ് ഒഫീഷ്യോ മെമ്പർ അല്ലാത്തത് ആര്? ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ, കേന്ദ്ര നിയമ വകുപ്പ് മന്ത്രി, ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ, ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എക്സ് ഒഫീഷ്യോ മെമ്പർ അല്ലാത്തത് ആരാണ്? കേന്ദ്ര നിയമ വകുപ്പ് മന്ത്രിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ പ്രധാനമന്ത്രിയാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. പ്രധാനമന്ത്രി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ മുഖ്യ കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ മുഖ്യ കാര്യനിർവഹണ ഉദ്യോഗസ്ഥനാണ് സെക്രട്ടറി ജനറൽ. സെക്രട്ടറി ജനറൽ. ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ദീപക് സന്ധു. ദീപക് സന്ധു. വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിന് ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലുള്ളവർ നൽകേണ്ട ഫീസ്.
ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലുള്ളവർ നൽകേണ്ട ഫീസ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഇതൊന്നുമല്ല. വിവരാവകാശ അപേക്ഷയ്ക്കുള്ള അടിസ്ഥാന ഫീസ് എന്ന് പറയുന്നത് 10 രൂപയാണ്. അപ്പോൾ 10 രൂപ ഓപ്ഷനിലില്ല. ഉത്തരം വരുന്നത് ഇതൊന്നുമല്ല എന്നതാണ്. ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ളവർ ഫീസ് നൽകേണ്ട ആവശ്യമില്ല. ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലുള്ളവർ ചോദിക്കുകയാണെങ്കിൽ അടിസ്ഥാന ഫീസ് വരുന്നത് 10 രൂപയാണ്. ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം താഴെ പറയുന്നവയിൽ ഏതാണ്? ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്നത് വിവരാവകാശ നിയമമാണ്. വിവരാവകാശ നിയമം. വിവരാവകാശ നിയമം. വിവരാവകാശ നിയമത്തിൽ ഒപ്പുവെച്ച രാഷ്ട്രപതി ആര്? വിവരാവകാശ നിയമത്തിൽ ഒപ്പുവെച്ച രാഷ്ട്രപതി APJ അബ്ദുൽ കലാം ആണ്. APJ അബ്ദുൽ കലാം. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും നിയമിക്കുന്നത് ആര്? കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. രാഷ്ട്രപതി. മനോവിശ്ലേഷണ സിദ്ധാന്തം വിശദീകരിച്ചത് ആര്? മനോവിശ്ലേഷണ സിദ്ധാന്തം വിശദീകരിച്ചത് ഫ്രോയിഡ് ആണ്. ഫ്രോയിഡ്. താഴെ പറയുന്നവയിൽ ദൃശ്യ സ്ഥലകാല ബുദ്ധി കൂടുതലായുള്ളത് ആർക്കാണ്? ദൃശ്യ സ്ഥലകാല ബുദ്ധി കൂടുതലായുള്ളത് ശില്പികൾ. ഭൂകമ്പം, മലിനീകരണം തുടങ്ങിയവ ഏത് സമ്മർദ്ദത്തിന് ഉദാഹരണമാണ്? ഭൂകമ്പം, മലിനീകരണം പാരിസ്ഥിതിക സമ്മർദ്ദത്തിന് ഉദാഹരണമാണ്. പാരിസ്ഥിതികം. ലക്ഷ്യം നേടിയെടുക്കുന്നതിൽ തടസ്സം നേരിടേണ്ടി വരുമ്പോൾ ഡാഷ് ഉണ്ടാകുന്നു. ഇച്ഛാഭംഗം. ബാഹ്യമായ ബഹുമതികൾക്ക് വേണ്ടി അല്ലാതെ വ്യക്തിപരമായ താല്പര്യം കൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എല്ലാം ഏതു തരം അഭിപ്രേരണയ്ക്ക് ഉദാഹരണമാണ്? ആന്തരിക അഭിപ്രേരണ. ആന്തരിക അഭിപ്രേരണ. അടുത്തതായിട്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുമുള്ള ഇംഗ്ലീഷ് ചോദ്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. Use the correct question tag for the following sentence. Suma broke the glass. Dash. Didn't she? Drugs and liquor dash injurious to health. Are. Pick out the correct spelling from the following options. Option D. Laziness. LAZINESS. Pick out the most suitable word from the options given below. Lily gave up the struggle in dash. Struggle in despair. Mystery plays a dash role in the film. Dual. Antonym of dusk. Dawn. Opposite gender of drake. Duck. Ronald is coming dash on aeroplane. By. Correct the following sentence. Use the appropriate option. Ramesh saw a eagle in the zoo. On. Change the following sentence into passive voice. Kamala loves Minnie. Minnie is loved by Kamala. ഇനി വരുന്നത് മലയാളം ചോദ്യങ്ങൾ. അഗ്നി പര്യായ പദം എഴുതുക. അനലൻ. ലേഖകൻ സ്ത്രീലിംഗം എഴുതുക. ലേഖിക. ശരത് പ്ലസ് ചന്ദ്രൻ ചേർത്തെഴുതുമ്പോൾ ശരത് ചന്ദ്രൻ. ഫലേച്ഛ കൂടാതെ എന്നർത്ഥം വരുന്ന പദമേത്? നിഷ്കാമം. ശ്ലാഘ്യം വിപരീത പദം എഴുതുക. ഗാർഹ്യം. വകർത്തം പിരിക്കുമ്പോൾ. വാക് പ്ലസ് അർത്ഥം. ശരിയായ വാക്യം എടുത്തെഴുതുക. ആ സമയത്ത് എനിക്ക് ഒന്നും തോന്നിയില്ല. പൂജക ബഹുവചനത്തിന് ഉദാഹരണം എഴുതുക. നിങ്ങൾ. അർത്ഥവ്യത്യാസം എഴുതുക. കന്ദരം ഗുഹ,
കന്ധരം, കഴുത്ത്. ഉട്ടോപ്യ എന്ന ശൈലി സൂചിപ്പിക്കുന്ന ആശയം എന്ത്? പ്രായോഗികമല്ലാത്തത്. ഇനി മാത്സ് ചോദ്യങ്ങളാണ്. ഉത്തരങ്ങൾ മാത്രമാണ് പറയുന്നത്. 51ാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 52ാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ എ. 53ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി. 54ാമത്തെ ചോദ്യം ഓപ്ഷൻ സി. 55ാമത്തെ ചോദ്യം ഓപ്ഷൻ എ. 56ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. 57ാമത്തെ ചോദ്യം ഓപ്ഷൻ സി ആണ്. 58ാമത്തെ ചോദ്യം ഓപ്ഷൻ ബി ആണ്. 59ാമത്തെ ചോദ്യം ഓപ്ഷൻ ഡി ആണ്. ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കിയത്. അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ തീർച്ചയായിട്ടും ഇതിലെ ചോദ്യങ്ങളും കൂടി നോട്ട് ചെയ്ത് വെക്കുക. PSCയുടെ ഫൈനൽ ആൻസർക്ക് അനുസരിച്ചിട്ടാണ് ഉത്തരങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്